ഹലോ എവരി വൺ. സ്ഥിരമായിട്ട് ഗ്യാസിന്റെ ഗുളിക കുടിക്കുന്നവരാണെങ്കിൽ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. കാരണം ഇങ്ങനെ ഗ്യാസിന്റെ ഗുളിക സ്ഥിരമായിട്ട് കുടിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ കാൽഷ്യം, മഗ്നീഷ്യം, വൈറ്റമിൻ B12 ഈ 3 ഘടകങ്ങളും പൂർണ്ണമായിട്ട് അബ്സോർബ് ആവില്ല. അത് കാരണം ഇതിന്റെ എല്ലാം ഡെഫിഷ്യൻസി ഉണ്ടാവുകയും അതിന്റെ സൈഡ് എഫക്ട്സ് നിങ്ങളുടെ ശരീരം കാണിക്കുകയും ചെയ്യും. കാൽഷ്യം കുറഞ്ഞു കഴിയുമ്പോൾ എല്ലും പല്ലും ബലമില്ലാത്തതാവുകയും ചെറിയൊരു വീഴ്ചയിൽ തന്നെ എല്ലൊടിയാനും പല്ല് പൊട്ടി പോവാനും അല്ലെങ്കിൽ പല്ല് പൊടിഞ്ഞു പോവാനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. മഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ മസിൽ ക്രാംസും പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കവും ഇല്ലാതാവും. കാല് കോച്ചി പിടിക്കുന്ന പോലെയൊക്കെ രാത്രി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് മഗ്നീഷ്യത്തിന്റെ കുറവാണ്. വൈറ്റമിൻ B12 കുറവ് വന്നു കഴിഞ്ഞാൽ ഡിമെൻഷ്യ അല്ലെങ്കിൽ ഓർമ്മക്കുറവ് എന്ന ഒരു അവസ്ഥയിലേക്ക് പോവാനുള്ള സാധ്യതയും ഉണ്ട്. ഈ വൈറ്റമിൻ B12 കുറവ് മൂലം ഉണ്ടാകുന്ന ഓർമ്മക്കുറവാണെങ്കിൽ അത് വൈറ്റമിൻ B12 നല്ല രീതിയിൽ സപ്ലിമെന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെയോ എടുക്കുകയാണെങ്കിൽ അത് തിരികെ റിവേഴ്സ് ചെയ്യാനും സാധിക്കും. ഭക്ഷണം കഴിച്ച ഉടനെ പോയിട്ട് ഉറങ്ങാതിരിക്കുക. ഒരു 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രം കിടക്കുക. ചില അവസരങ്ങളിൽ വായയിലൂടെ ഉള്ളിലേക്ക് എത്തുന്ന എയർ കാരണവും ഗ്യാസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാക്സിമം വായ അടച്ചു വെച്ചുകൊണ്ട് ചവച്ച് കഴിക്കുക. മാത്രമല്ല ആളുകളുമായിട്ട് ഒരുപാട് സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക. പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ പൊരിച്ചതും വറുത്തതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. ബർഗർ, സാൻഡ്വിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൈദയിൽ ഉണ്ടാക്കിയ ഭക്ഷണങ്ങളും മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തൊരു സൈഡ് എഫക്റ്റ് ആണ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ശരീരത്തിൽ ക്രിയാറ്റിൻ കൂടാനും ക്രോണിക് കിഡ്നി ഡിസീസ് പോലെയുള്ള അസുഖങ്ങളിലേക്കും ഇത് ലീഡ് ചെയ്യും. ഇതൊക്കെ ഗ്യാസിന്റെ ഗുളിക കൊണ്ടുണ്ടാവുന്ന സൈഡ് എഫക്ട്സ് ആണ്. സ്ഥിരമായിട്ട് ഇങ്ങനെ ഗുളിക കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ നല്ല ബാക്ടീരിയകൾ നശിക്കുകയും ആസ്പിരേഷൻ ന്യൂമോണിയ പോലെയുള്ള സീരിയസ് കണ്ടീഷനിലേക്കും നമ്മുടെ ശരീരം പോയേക്കാം. അതുകൊണ്ട് ഗ്യാസിന്റെ ഗുളിക ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഒരിക്കലും എടുക്കരുത്. മാത്രമല്ല 3 മാസത്തിൽ കൂടുതലായിട്ട് ഇത്തരം മരുന്നുകൾ എടുക്കാനും പാടില്ല. ഇനി എങ്ങനെ മെഡിസിൻ ഇല്ലാതെ ഗ്യാസിന്റെ പ്രശ്നം മാറ്റിയെടുക്കാം നോക്കാം. ഒന്നാമതായിട്ട് ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുക. ഒറ്റയടിക്ക് വയറ് ഫുള്ളായി കഴിക്കുന്നതിന് പകരം കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം കുറച്ചായിട്ട് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കാതെ ഇരിക്കുക. ചായ, കോഫിയൊക്കെ കൂടുതലായി കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത് ഒഴിവാക്കുക. പിന്നെ മദ്യപാനം, പുകവലി ഇതൊക്കെ ഉണ്ടെങ്കിൽ അതും ഒഴിവാക്കുക. ഇതൊക്കെ ഗ്യാസ് ഫോം ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഇനി അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത് വയറും ചിന്തകളും തമ്മിൽ വരെ ബന്ധമുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്ട്രെസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. പ്രോപ്പർ ആയിട്ട് ഒരു 8 മണിക്കൂറൊക്കെ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. നല്ല രീതിയിലുള്ള എക്സസൈസ് റെഗുലറായിട്ട് ചെയ്തു പോവുക. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ഗ്യാസ് ഒക്കെ ഇല്ലാതാവും. ഭക്ഷണത്തിന്റെ കൂടെ വെള്ളം കുടിക്കുന്ന സമയത്ത് ദഹനം കൃത്യമായി നടക്കാതിരിക്കുകയും അങ്ങനെ ഗ്യാസ് ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഓയിലി ഫുഡ് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ, നല്ല എണ്ണയൊക്കെ ഇട്ടിട്ടുള്ള ഫുഡാണെങ്കിൽ ആ ഓയിലി ഫുഡ് കാരണം ദഹനം കുറയുകയും അങ്ങനെയും ബാക്ടീരിയകൾ കൂടുതലായിട്ട് ഗ്യാസ് ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ശരീരത്തിൽ നല്ല ബാക്ടീരിയ കൂടാൻ വേണ്ടിയിട്ട് പ്രോബയോട്ടിക്സ് എടുക്കുന്നതും നിർബന്ധമാണ്. തൈര്, കിംചി പോലെയുള്ള ഭക്ഷണ സാധനങ്ങൾ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഗ്യാസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ദഹനത്തിനും ഇഞ്ചി നല്ലൊരു ഓപ്ഷനാണ്. ഇഞ്ചി കഴിക്കുന്നതിലൂടെ, ഇഞ്ചിയുടെ നീര് കഴിക്കുന്നതിലൂടെയും ഗ്യാസിന്റെ പ്രശ്നം കുറഞ്ഞു കിട്ടും. ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്യാസിന്റെ പ്രശ്നം ഒരു പരിധിവരെ ഗുളികയില്ലാതെ കുറഞ്ഞു കിട്ടും. എന്നിട്ട് മാറിയിട്ടില്ലെങ്കിൽ മാത്രം ഒരു 1 വീക്കിലേക്കൊക്കെ മാക്സിമം ഈ ഗ്യാസിന്റെ ഗുളിക എടുക്കുക. അല്ലാതെ സ്ഥിരമായിട്ട് ഗ്യാസിന്റെ ഗുളിക ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഗ്യാസിന്റെ ഗുളിക ആരും കഴിക്കാൻ പാടില്ല. ഐ ഹോപ്പ് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും. താങ്ക്സ് ഫോർ വാച്ചിങ്.